കലാപബാധിതമായ മണിപ്പൂരിൽ ഇനി രാഷ്ട്രപതി ഭരണം. രാഷ്ട്രപതി ഭവൻ ഇത് സംബന്ധിച്ച വിജ്ഞാപനമിറക്കി. മുഖ്യമന്ത്രി ചർച്ചകളിൽ സമവായമാകാത്തതിനെ തുടർന്നാണ് തീരുമാനമെടുത്തത്. ഇംഫാലിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംഘർഷങ്ങൾ രൂക്ഷമായ 1.5 വർഷക്കാലം പ്രതിപക്ഷത്തിനൊപ്പം സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ബിരേൻ സിംഗിന്റെ രാജിക്കായി ആവശ്യം. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം നേരിടാൻ നിൽക്കാതെ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ അപ്രതീക്ഷിത രാജി. പകരക്കാരനെ കണ്ടെത്താൻ BJP നേതൃത്വത്തിന്റെ മാരത്തോൺ ചർച്ചകൾ. MP സംബിത് പത്രയെ ഇംഫാലിലേക്ക് അയച്ചു നടത്തിയ നീക്കങ്ങളും ഫലം കണ്ടില്ല. ഭരണഘടനാ അനുച്ഛേദം 174(1) അനുസരിച്ച് നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള സമയപരിധിയും ഇന്ന് വൈകിട്ടോടെ അവസാനിച്ചു. തുടർന്നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയത്. മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ തന്നെ ഇംഫാലിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. വിനീത VG 24 ഡൽഹി.